ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം വചനം ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം എന്ന് നാം അവിടെ വായിക്കുന്നു. ഖദിരമരത്തിൻ്റെ പ്രത്യേകത ചിന്തയിലിടാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കൈതോലയുണ്ട്. അതിന് 2 സൈഡും മുള്ളുണ്ട്. പക്ഷെ നടുക്കൂടെ ഒരു മുള്ളുണ്ട്. അത് സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യെ കൊള്ളും. ഇതുപോലെ ആരുകൊണ്ട് നിറഞ്ഞതായ ഈ ഖദിരമരം ചിന്തയിലിടാൻ പറ്റത്തില്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ തിരുവചനം പറയുന്നുണ്ട്, അതിനെ പൊന്നുകൊണ്ട് പൊതിയണം. അപ്പോൾ ഖദിരമരം എടുത്ത് പൊന്നുകൊണ്ട് പൊതിഞ്ഞാണ് പെട്ടകം ഉണ്ടാക്കി. പെട്ടകത്തിനകത്ത് വെക്കേണ്ട സാധനങ്ങളുണ്ട്. 2-ാം അധ്യായം 1 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങിക്കണം, എനിക്ക് വഴിപാട് കൊണ്ടുവരണം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വചനത്തിൻ്റെ ആരംഭത്തിൽ നല്ല മനസ്സോടെ കൊണ്ടുവരുന്നവൻ്റെ വഴിപാട് നിങ്ങൾ വാങ്ങണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം നല്ല മനസ്സോടെ ആയിരിക്കണം. അങ്ങനെ നല്ല മനസ്സോടെ കൊടുത്താൽ ദൈവം തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം തൻ്റെ മനസ്സിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തരും. അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ദൈവവചനം പറയുന്നത് ഖദിരമരം കൊണ്ട് പൊന്നുകൊണ്ട് പൊതിഞ്ഞാണ് ഈ പെട്ടകത്തിൽ ഈ ഖദിരമരം വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആർക്കും പിടികൊടുക്കാത്ത തരത്തിൽ, എവിടെ തൊട്ടാലും പ്രശ്നങ്ങളാകുന്ന തരത്തിൽ നമ്മുടെ പാരമ്പര്യ ജീവിതം അങ്ങനെയായിരുന്നു, ഈ ഖദിരമരം പോലെ. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം. എല്ലാ നിലയിലും നമ്മൾ ആർക്കും വേണ്ടാത്തവർ, പ്രയോജനമില്ലാത്തവർ. ഖദിരമരം കൊണ്ട് വേറെ ഉപകരണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. എന്നാൽ ദൈവം പെട്ടകം ഉണ്ടാക്കാൻ അതാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതുപോലെ സ്വർഗത്തിലെ ദൈവം ആർക്കും വേണ്ടാതെ കിടന്ന നമ്മെ, ഒരു പ്രയോജനമില്ലാത്തവരായ നമ്മെ, ഒരു ഉപയോഗത്തിനും കൊള്ളാത്ത നമ്മെ വിളിച്ച് വേർതിരിച്ച് കൃപയിൽ കൊണ്ടുവന്ന് ദൈവകൃപയുടെ വിശുദ്ധിയുടെ അടയാളമായ പൊന്നുകൊണ്ട് നമ്മെ പൊതിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മളെ കാണുന്നവർ ഖദിരമരം പോലെ, ഖദിരമരത്തെ ആരും കാണുന്നില്ല, പൊതിഞ്ഞ പൊന്നിനെയാണ് കാണുന്നത്. ഇതുപോലെ നമ്മയും തേജസ് കൊണ്ടും പൊന്നുകൊണ്ടും ഒക്കെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു. നമ്മെ ആരും കാണുന്നില്ല. നമ്മുടെ സ്വഭാവം ആരും അറിയുന്നില്ല. കാരണം അത് പൊതിഞ്ഞ് നിർത്തിയേക്കുക. അപ്പോൾ ചിലർ ഈ പൊതിയൊക്കെ പൊളിച്ചഴിച്ചാണ് പുറത്തു വരുന്നത്. അവരുടെ സ്വഭാവത്തിൽ ചിലർ പറയാറുണ്ട്, ഇവൻ പെന്തക്കോസ്തുകാരനാണോ, ഇവൻ ഇദ്ദേഹം പാസ്റ്ററാണോ, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ എന്ന് മനുഷ്യർ പറയുമ്പോൾ അവർ അമാതൃക വരുന്നു, മാതൃകാ ജീവിതമില്ലാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഖദിരമരമായിരുന്നു പൊന്നുകൊണ്ട് പൊതിഞ്ഞ് തേജസ്സാൽ നിറച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ നിർത്തിയിരിക്കുകയാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കട്ടെ. ഈ ബോധം തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ഇത്രത്തോളം ധന്യമാക്കിയ കർത്താവിന്, നമ്മെ വിളിച്ച് വേർതിരിച്ച് കൃപയിൽ നിർത്തിയ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാം. കർത്താവെ, ഒരു കാലത്ത് ഞാൻ കൊള്ളരാത്തവനായിരുന്നു, എന്നാൽ എന്നെ വിളിച്ച് അങ്ങയുടെ കൃപയും തേജസ്സും വിശുദ്ധിയും തന്നു എന്നെ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇന്നുവരെ ഈ കരം പിടിച്ച് നടത്തി, ഇനിയും നടത്തുവാൻ ശക്തൻ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം, ശക്തീകരിക്കണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളെ ആർക്കും വേണ്ടായിരുന്നു, എന്നാൽ ദൈവം ഞങ്ങളെ കണ്ടു, വിളിച്ചു. കർത്താവിൻ്റെ തേജസ്സും വിശുദ്ധിയും കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇന്നുവരെ നിർത്തിയ ദൈവത്തിന് നന്ദി. മഹത്വം അങ്ങയ്ക്ക്. കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.